സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ ബന്ദിയാക്കപ്പെട്ട കത്തോലിക്ക വൈദികന് മോചനം. നൈജീരിയയിലെ എനുഗു സംസ്ഥാനത്ത് നിന്ന് 6 ദിവസം മുൻപ് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികന് മോചനം. കഴിഞ്ഞ ശനിയാഴ്ച എൻസുക്ക പ്രാദേശിക മേഖലയിലെ ഉഗ്വാഗോ നൈക് ഒപി എക്സ്പ്രസ് റോഡിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ഫാദർ ജെറാൾഡ് ഒഹേരി എന്ന വൈദികനാണ് മോചിതനായിരിക്കുന്നത്. തെക്കുകിഴക്കൻ നൈജീരിയയിൽ ഹോളി സ്പിരിറ്റ് സന്യാസ സമൂഹമായ ഫാദർ ജെറാൾഡ് സ്പിരിറ്റിൻ സമൂഹത്തിന്റെ ഇൻസ്കോയിലുള്ള മേജർ സെമിനാരിയിലെ പ്രൊഫസർ കൂടിയാണ്. എനുഗു സംസ്ഥാനത്ത് വിശുദ്ധ ബലിയർപ്പണ ശേഷം തിരികെയുള്ള യാത്രാമധ്യയാണ് വൈദികനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ഒപി എന്ന സ്ഥലത്തോടടുത്ത് എത്തിയപ്പോഴാണ് ഫാദർ ഒഹേരിയെ അക്രമികൾ ബന്ദിയാക്കിയതെന്ന് സ്പിരിറ്റിൻ വൈദിക സമൂഹത്തിന്റെ നൈജീരിയയിലെ തെക്കുകിഴക്കൻ പ്രോവിൻസ് നേരത്തെ അറിയിച്ചിരുന്നു. നൈജീരിയയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പ്രധാന പ്രവർത്തകനെയും ഇതേ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി നൈജീരിയൻ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തെക്കുകിഴക്കൻ നൈജീരിയൻ പ്രവിശ്യയിലെ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് സെക്രട്ടറി ഫാദർ വിറ്റാലിസ് അനുഷൻവ്യുവാണ് മോചന വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത്. ഫാദർ ഒഹേരി സുരക്ഷിതനാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വൈദികന്റെ മോചനത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണെന്നും ഫാദർ വിറ്റാലിസ് കൂട്ടിച്ചേർത്തു. ഈ ദുഷ്കരമായ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വൈദികന്റെ മോചനത്തിന് മോചനദ്രവ്യം കൈമാറിയോ എന്ന് വ്യക്തമല്ല. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.